ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായി. ആ നിയമനം പൂർത്തിയാക്കുന്നതിനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം. ഒരു ആനുകൂല്യവും കിട്ടാതെ റിട്ടയർ ചെയ്തു പോകേണ്ട സാഹചര്യം. മരണപ്പെടുന്ന ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും കിട്ടാതെ മരണപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പിടിപ്പേട ഗവൺമെൻറ് തീരുമാനമെടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രശ്നം സമയബന്ധിതമായി തീർക്കണമെന്ന് തീരുമാനിച്ചിട്ടും ചില ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രക്രിയയാകെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാടായ കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിലെ 1000-ൽ പരം വരുന്ന ജീവനക്കാർ, അതായത് ഡോക്ടർമാരും നഴ്സുമാരും നിരവധി പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുകയാണ്. നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും ഉൾപ്പെടുന്നവർ നിരവധി പ്രശ്നങ്ങളാണ് അവർ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരാണ് മറുനാടനുമായി ഇപ്പോൾ സംസാരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് സഹകരണ മേഖലയിൽ നിന്ന് 2018-ൽ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിറങ്ങിയപ്പോൾ 3 വർഷം കൊണ്ട് ഈ മുഴുവൻ ജീവനക്കാരെയും സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യും, അതിനുള്ള സമയം അടക്കം തീരുമാനിച്ചിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സർവീസ് ക്വാളിഫിക്കേഷൻസും അതോടൊപ്പം തന്നെ സേവന ദൈർഘ്യവും അടക്കമുള്ള ജീവനക്കാരെയാണ് സർക്കാർ സർവീസിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ നിബന്ധനകൾ സർക്കാർ തന്നെ തീരുമാനിക്കുകയും അത് പരിശോധിച്ചുകൊണ്ട് ജീവനക്കാർ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഓപ്ഷനുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് 3 വർഷത്തിലേറെയായി. പക്ഷേ 3 വർഷം പിന്നിട്ടിട്ടും, ഉത്തരവിൽ പറയുന്ന 3 വർഷം പിന്നിട്ടിട്ടും ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ അവസാന തീരുമാനത്തിലേക്ക് എത്താനും ആവശ്യമായ ഏതാണ്ട് 4000-ലധികം തസ്തിക സർക്കാർ സൃഷ്ടിച്ചുകൊണ്ട് ഈ ജീവനക്കാരെ അതിലേക്ക് നിയമിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ നിയമനം പൂർത്തിയാക്കുന്നതിനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രശ്നം സമയബന്ധിതമായി തീർക്കണമെന്ന് തീരുമാനിച്ചിട്ടും ചില ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ സംശയവും അതോടൊപ്പം തന്നെ നിയമപ്രശ്നങ്ങളും അനാവശ്യമായി ഉയർത്തിക്കൊണ്ട് ഈ പ്രക്രിയയാകെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള സർവീസ് റെഗുലറൈസ് ചെയ്യപ്പെടാത്തവരാണ് മഹാഭൂരിപക്ഷം ജീവനക്കാരും. അവരുടെ ഇൻക്രിമെൻ്റ് ലഭിക്കുന്നില്ല. സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള 2019-ലെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണവും 2016-ലെ അധ്യാപകർക്കുള്ള UGC പരിഷ്കരണവും നാളിതുവരെ ആ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. ക്ഷാമബത്ത എന്നുള്ളത് ആ ലയന പ്രക്രിയയ്ക്ക് ശേഷം ആ ക്ഷാമബത്ത ലഭിക്കുന്നില്ല, അതിൻ്റെ കുടിശ്ശികയും ലഭിക്കുന്നില്ല എന്ന സാഹചര്യം. അവർ ഉണ്ടായിരുന്ന കാലത്ത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആർജിച്ചിട്ടുള്ള ആർജിത അവധികളടക്കം ലഭിക്കുന്നില്ല എന്ന സാഹചര്യം. സഹകരണ മേഖലയിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് വന്നപ്പോഴുണ്ടായിട്ടുള്ള നിലവിലുള്ള ശമ്പളം കുറയുന്ന സാഹചര്യം പരിഹരിക്കുന്നില്ല എന്ന പ്രശ്നമടക്കം, അതോടൊപ്പം തന്നെ റിട്ടയർ ചെയ്തു പോകുന്ന ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും കിട്ടാതെ റിട്ടയർ ചെയ്തു പോകേണ്ട സാഹചര്യം, മരണപ്പെടുന്ന ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും കിട്ടാതെ മരണപ്പെടുന്ന അതിദാരുണമായ ഒരു സാഹചര്യം അടക്കം അവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായി തുടർച്ചയായ പ്രക്ഷോഭത്തിലേക്ക് ഈ മേഖലയിലെ ജീവനക്കാർ വരികയും കണ്ണൂരിലടക്കം നിരന്തരമായ പ്രക്ഷോഭം നടക്കുകയും പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരികയും ചെയ്തിട്ടും പരിഹരിക്കാത്ത രീതിയിലാണ് പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത്തരം ഉദ്യോഗസ്ഥ മേധാവികളെ കൃത്യമായും തീരുമാനമെടുപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധർണ ഇന്നിവിടെ സമാപിക്കുകയാണ്. എത്രയും വേഗം ജീവനക്കാരുമായി ആവശ്യമെങ്കിൽ ചർച്ചയടക്കം നടത്തിക്കൊണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഏകദേശം 2000-ലധികം ജീവനക്കാർ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി ഈ ദുരിതങ്ങൾ അനുഭവിച്ചു. 1000-ലധികം ജീവനക്കാർ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള മുഴുവൻ ജീവനക്കാരുടെയും പിന്തുണയോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഈ ധർണ ആരംഭിച്ചപ്പോൾ മന്ത്രിമാരോ ആരെങ്കിലും ചർച്ചയ്ക്ക് എന്തിനെങ്കിലും തയ്യാറായിട്ടുണ്ട്? അനൗദ്യോഗികമായ ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഔദ്യോഗികമായി സർവീസ് സംഘടനകളെ ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടുള്ളൊരു പ്രശ്നമെന്ന രീതിയിൽ ഇത് അതിവേഗം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ഞങ്ങൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നമുക്ക് ആഗീരണം കഴിഞ്ഞു, ഗവൺമെൻറ് ഏറ്റെടുത്തു. അവിടെയുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. 1573 മൊത്തം. അതിൽ ഡോക്ടർമാരുടെ പ്രശ്നം പരിഹരിച്ചു. നഴ്സുമാർ മുതൽ താഴെ എല്ലാ വിഭാഗമുണ്ട്. അവർക്ക് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യമൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ ക്ഷാമബത്ത സംബന്ധിച്ച പ്രശ്നം, ലേൺ ലീവ് സംബന്ധിച്ച പ്രശ്നം, ലീവ് സംബന്ധിച്ച പ്രശ്നം എല്ലാം കിടക്കുകയാണ്. ആരുടെ പിടിപ്പുകേടായിട്ടാണ് നിങ്ങൾ കാണുന്നത്? ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട്. ഗവൺമെൻറ് തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്താണ് ജീവനക്കാർ
ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായി ഗവൺമെന്റ് ഏറ്റെടുത്തതിന്റെ ഭാഗമായി മുന്നോട്ട് പോയപ്പോ ഗവൺമെന്റ് ഇന്ന് ജീവനക്കാർക്ക് നഷ്ടം സംഭവിക്കുകയാണ്. ഇത് നിരവധിയായ ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് രൂപപ്പെട്ടു. ഇതിന്റെ ഭാഗമായി തന്നെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അടക്കം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നു. പരിയാരം മെഡിക്കൽ കോളേജുകളിലും സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലും പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇതെല്ലാം അതിന്റെ ഭാഗമായി നിവേദനങ്ങൾ സംഘടനകൾ നൽകുവാൻ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തു. ആ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും എടുക്കുന്ന തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കില്ല എന്നുള്ള നിശ്ചിതമായ നിലപാട്. അവിടെയുള്ള കരാർ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 40 മുതൽ 80% വരെ വർധനവ് കൊടുക്കുമ്പോഴും ഈ മാനുഷിക പരിഗണനയാൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് യാതൊരു വർധനവും കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. EDLI ബന്ധപ്പെട്ടുകൊണ്ട് EPF ൽ ഉൾപ്പെടുന്ന സഹകരണ മേഖലയായിരുന്നപ്പോ EPF ആയിരുന്നു. ഒരു വിഹിതം സ്ഥാപനവും അടയ്ക്കണം. അപ്പൊ അവർക്കുള്ള ചികിത്സാ സൗകര്യവുമായി ബന്ധപ്പെട്ട് EDLI ഉണ്ട്. ആ EDLIയുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരൻ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ ആ ജീവനക്കാരന് 7,02,000 രൂപ അടിയന്തരമായി ധനസഹായമായി ലഭിക്കും. നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന മാലാഖമാരും മറ്റ് ഡോക്ടർമാരും ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമായെല്ലാം തന്നെ ചർച്ച നടത്തിയെങ്കിലും ഇനിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്നാണ് ഇവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി ഇവർ ധർണ നടത്തുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.